വയനാട് ദുരന്തത്തിൽ അടക്കം കേന്ദ്ര സർക്കാർ സമീപനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും. എം സ്വരാജ് നിയമസഭയിലെത്താൻ കാത്തിരിക്കുകയാണ് എന്നും റവന്യൂ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്, മന്ത്രിമാരൊക്കെ മണ്ഡലത്തിലുണ്ട്. എല്ലാ മന്ത്രിമാരും എംഎൽഎമാരും ഒക്കെ പരമാവധി പേർ ഇവിടെ എത്തി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പരമാവധി വോട്ട് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം റവന്യൂ മന്ത്രി കെ രാജൻ ചേരുന്നു. എങ്ങനെയുണ്ട് നിലമ്പൂരിലെ പ്രചരണം? നിലമ്പൂരിൽ പ്രചരണം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ തെരഞ്ഞെടുപ്പിലേതുപോലെ മുന്നണിയുടെ രാഷ്ട്രീയവും വികസന പ്രവർത്തനങ്ങളും തന്നെയാണ് ജനങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതോടൊപ്പം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴുള്ളൊരു മെച്ചം, നാട്ടുകാരവരുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളോട് പറയാൻ പറ്റും. ഒരുപാട് സൗഹൃദങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെ കണ്ടുപോകാവുന്നതും കേട്ടുപോകാവുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ഒരു വീട്ടിൽ കയറിയപ്പോൾ +2 പാസ്സായിട്ടുള്ളൊരു കുട്ടി, അപ്പോൾ എവിടെ പഠിക്കാനാണ്, എവിടെയാണ് അപേക്ഷ കൊടുക്കാൻ പോയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ 2 കോളേജിൽ ഒന്ന് ഞാൻ പഠിച്ച കോളേജാണ്, കേരള ഓർമ്മ കോളേജ്, പിന്നെ ഒന്ന് മഹാരാജാസ് കോളേജ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയവും വികസനവും മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ ആളുകളോട് പറയാനും കേൾക്കാനൊക്കെ ഉള്ളൊരു അവസരം നല്ലതുപോലെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് സ്വരാജ് ജയിക്കണമെന്ന്? കാരണം സ്വരാജ് ഇവിടെ കേന്ദ്രീകരിച്ച ആളായിരുന്നില്ല, മറ്റൊരു ജില്ലയിൽ നിന്നുള്ള MLA ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സ്വരാജ് തന്നെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നൊരു ആത്മവിശ്വാസം വരാൻ കാര്യം എന്താണ്? അല്ല, സ്വരാജ് ഒന്ന് പ്രധാനമായും സ്ഥാനാർത്ഥിയേക്കാൾ ഏറ്റവും മുമ്പിൽ ഞങ്ങൾ ആലോചിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ 9 വർഷക്കാലം ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലും അതിന്റെ കൃത്യമായ പരിച്ഛേദം വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് തുടരണം എന്ന ജനങ്ങളുടെ വലിയ അഭിവാജ്ഞയുണ്ട്. 2, ഈ പഞ്ചായത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത് സ്വരാജിന്റെ പഞ്ചായത്താണ്. സ്വരാജ് ഇവിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്, പഠിച്ചത്. അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഇത്. പിന്നീട് ഉയർന്ന പാർട്ടി ഘടകങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് പോയതാണ്, അല്ലാതെ നിലമ്പൂര് അദ്ദേഹത്തിൻ്റെതല്ലാത്തൊരു കേന്ദ്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ സ്വരാജിനെ പോലെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ വന്നതോടുകൂടി നാട് വല്ലാത്ത ഉണർവാണ്. ഒരു കാലത്തും കാണാത്ത വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സ്നേഹം കാണിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാവുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരികയാണ്. വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കാണുന്നത്. സ്വരാജിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് നാട്ടുകാർ കൂടി നമ്മളോട് പറയാണ്. ഈ വികസനം ചർച്ച ചെയ്യണമെന്ന് അങ്ങ് പറയുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പലപ്പോഴും അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. വികസനത്തിലേക്കൊന്നും ചർച്ചകൾ എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ട്, അതുപോലെ PDP ബന്ധമൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവർ നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതാണ് എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, പിന്നെ സാംസ്കാരിക നായകർക്ക് ഇവിടെ വോട്ടില്ലാതെ വർത്താനം പറയുന്നത് എന്തിനാണ്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളെപ്പോഴും റെഡി. വികസനവും രാഷ്ട്രീയവും മതനിരപേക്ഷയും തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടത്. ആ ചർച്ച ഏതറ്റം വരെ കൊണ്ടുപോകാനും ഞങ്ങൾ റെഡിയാണ്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എതിർപക്ഷം അതിന്റെ രാഷ്ട്രീയ കൃത്യമായ അളവോടുകൂടി പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വയനാടിന് സമീപമുള്ളൊരു ജില്ല കൂടിയാണ് ദുരന്തം. വയനാട് ദുരന്തത്തെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇന്നലെ കേന്ദ്രത്തിന്റെ പുതിയൊരു നടപടി കൂടി വന്നിരിക്കുന്നു. ഈ ദുരന്ത നിവാരണ നിയമത്തിൽ 13ാം വകുപ്പ് എടുത്തുകളാണ്. അതൊക്കെ ഇവിടെ ചർച്ചയാവുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും വരണ്ടേ. വയനാട്ടിൽ പുന്നപ്പുഴയിലൂടെ വന്ന മൃതശരീരങ്ങളിൽ പകുതിയിലേറെ തടഞ്ഞു നിർത്തിയ സ്ഥലം ഇതാണ്, പോത്തുകല്ലാണ്. ഇവിടെ മുതലാണ് കണ്ടുമുട്ടി തുടങ്ങിയത്. ഇതിന്റെ വഴി മുഴുവൻ ആ അപകടകരമായ വിധത്തിലുള്ള കാഴ്ചകൾ കണ്ടു നിന്നവരാണ്. ഇവിടെയാണ് വയനാട്ടുകാർ വന്നത്. അവരുടെ മക്കളെ, അച്ഛനെ, അമ്മയൊക്കെ തെരഞ്ഞ് അവർ ഇവിടേക്കാണ് ഐഡന്റിഫൈ ചെയ്യാൻ വന്നത്. അവരുടെ ഒക്കെ വികാരം നല്ലതുപോലെ അറിയുന്ന ഒരു നാടാണിത്. ദുരന്ത ഭൂമിയിൽപ്പെടുന്ന ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുക്കാതെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു ജനമനസാക്ഷിയുടെ ഉണർവുണ്ടാകും. സ്വാഭാവികമായിട്ട് അതുണ്ടാകും. അവരൊറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി ഈ ഗവൺമെന്റിനോട് അവരവരുടെ അഭിപ്രായവും രേഖപ്പെടുത്തും. അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയം, വികസനവും മതനിരപേക്ഷതയുമാണ് ചർച്ചയായി വരേണ്ടതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയമാകും. സ്വരാജും അങ്ങൊക്കെ ഒരുമിച്ചാണ് നിയമസഭ 2016 വരുന്നത്. വീണ്ടും സ്വരാജിന്റെ കൂടെ നിയമസഭയിൽ മാത്രമല്ല, അരുണറിയാവുന്നതുപോലെ അടികൊള്ളുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നിരാഹാരം കിടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നിയമസഭയിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കേരളത്തിന്റെ നിയമസഭയും കേരളത്തിലെ മനുഷ്യരും കാത്തിരിക്കുകയാണ് നിയമസഭയിലേക്കുള്ള സ്വരാജിന്റെ ഒരു എൻട്രിക്ക് വേണ്ടി. 23 വരെ കാത്തിരിക്കണം, അത്രേ പ്രയാസമുള്ളൂ.
അത്ര തികഞ്ഞ ആത്മവിശ്വാസമാണ് മുന്നണിക്കുള്ളത്, ഇടതുമുന്നണി നേതാക്കൾക്കുള്ളത്. എം സ്വരാജ് വീണ്ടും നിയമസഭയിലേക്ക് എത്തും. വികസനം ചർച്ച ചെയ്യണം. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ അവഗണന ഈ വികസന കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ ഈ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് എടുത്തുകളഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര അവഗണനയും ചർച്ച ചെയ്യും എന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതീക്ഷ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം വി വി അരുൺ, ന്യൂസ് 18.